നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് 5ാം ക്ലാസ്സിൻ്റെ ടെസ്റ്റാണ്. സ്റ്റേറ്റ് സിലബസിൽ വരുന്നതാണ്. അപ്പോൾ ഇനി ക്രിസ്മസ് എക്സാമൊക്കെ ആണല്ലേ, അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു 5ാം ക്ലാസ്സിൻ്റെ ടെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താമെന്ന്. അപ്പോൾ എല്ലാവരെയും ടെസ്റ്റൊക്കെ ഉണ്ടല്ലോ. ഇന്ന് വായിക്കുന്നത് ഹവ ഓർ ധൂല് എന്ന കവിതയാണ്. ഹവ എന്താ? കാറ്റ്, ധൂല് പൊടി. അപ്പോൾ കാറ്റും പൊടിയും തമ്മിലുള്ള ഒരു കവിതയാണ് ഇവിടെ വരുന്നത്. हवा धूल को छेड़ के भागी, हवा धूल को छेड़ के भागी, सोती धूल अचानक जागी, उड़ी हवा के पीछे पीछे, हवा हो गई धूल के नीचे. ആദ്യം നമുക്ക് വാക്കുകൾ വായിക്കാൻ വേണ്ടി പഠിക്കാം. അതിനുശേഷം കവിതയുടെ ആശയവും മീനിങ്സും ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വായിക്കാം. हवा धूल को छेड़ के भागी, सोती धूल अचानक जागी, उड़ी हवा के पीछे पीछे, हवा हो गई धूल के नीचे. അപ്പോൾ ഹവ എന്താ? ഹവ എന്ന് വെച്ചാൽ കാറ്റ്, ധൂല് എന്ന് പറഞ്ഞാൽ പൊടി, ഛേടിന കളിയാക്കുക, പാകിന ഓടുക, സോന ഉറങ്ങുക, അചാനക്ക് പെട്ടെന്ന്. धूल खोजती आंखें नीचे, धूल खोजती आंखें नीचे, दाएं बाएं आगे पीछे, हवा चल रही सांसें खींचे, नीचे नीचे धूल के नीचे. വരികൾ നോക്കിക്കോളൂ. വരികൾ हवा धूल को छेड़ के भागी, सोती धूल अचानक जागी, उड़ी हवा के पीछे पीछे, हवा हो गई धूल के नीचे. അല്ലേ, പൊടിയെ കളിയാക്കിക്കൊണ്ട് ഓടിപ്പോയി. ആര്? കാറ്റ്. അല്ലേ, പെട്ടെന്ന് ഉണർന്നു. ആര്? ഉറങ്ങുന്ന പൊടി. കാറ്റിൻ്റെ പിന്നാലെ എന്ത് ചെയ്തു? പറന്നു പോയി. പൊടിക്കിടയിലേക്ക് ആര് പോയി? കാറ്റങ്ങ് പോയി. അപ്പം ഹവാ ധൂലുക്കോ ഛേടുക്കെ ഭാഗി. ഹവ എന്ത് ചെയ്തു? ധൂലിനെ എന്ത് ചെയ്തു? കളിയാക്കിക്കൊണ്ട് പറഞ്ഞല്ലേ. സോത്തി ധൂൽ അചാനക്ക് ജാഗി. അപ്പോൾ ഇവിടെ ധൂൽ എന്ത് ചെയ്യുന്നു? പെട്ടെന്നങ്ങ് ഉറങ്ങിയായിരുന്നു, പെട്ടെന്നങ്ങ് എണീറ്റു. ഉടി ഹവ കെ പീച്ചെ പീച്ചെ, എന്ത് ചെയ്തു? പറന്നുകൊണ്ട് കാറ്റിൻ്റെ പിറകിലേക്ക് പോയി. ഹവ ഹോ ഗയി ധൂൽ കെ നീച്ചെ. അങ്ങനെ ഹവ എന്ത് ചെയ്തു? ധൂലിൻ്റെ പുറകിലായി. ധൂൽ ഖോജത്തി ആങ്കേ മീച്ചെ. പൊടി എന്ത് ചെയ്യുന്നു? തിരഞ്ഞുകൊണ്ടേയിരുന്നു, കണ്ണും ചിമ്മി ഇങ്ങനെ നോക്കുകയാണ്. ദായേ ബായേ ആകെ പീച്ചെ, ഇടതും വലതും മുന്നിലും പിന്നിലും എല്ലാം ഇങ്ങനെ നോക്കി. ഹവാ ചൽ രഹി സാസേം കീച്ചെ, ശ്വാസം അടക്കിക്കൊണ്ട് വീശിക്കൊണ്ടിരുന്ന കാറ്റ്. നീച്ചെ നീച്ചെ ധൂലിക്കെ നീച്ചെ, എവിടെയായിപ്പോയി? പൊടിയുടെ മടിയിലായിപ്പോയി. ലഗാ ധൂലുക്കോ കുച്ച് ഹേ ഗഡ്ബഡ്, ലഗാ ധൂലുക്കോ. അപ്പോൾ ധൂലിന് തോന്നി, അല്ലേ, പൊടിക്ക് തോന്നി എന്തോ ഗഡ്ബഡ്, എന്തോ കുഴപ്പമുണ്ടെന്ന്. ധൂല് തപ്പ് സേ നീച്ചെ ആയി, ധൂല് എന്ത് ചെയ്തു? തപ്പോ എന്നും പറഞ്ഞ് നീച്ചെ ആയി, താഴേക്ക് വന്നു. ധൂലിക്ക് ആങ്കേമേ ധൂല് ചോങ്കക്കാർ. അപ്പം ധൂലെന്താണ്? പൊടിയുടെ കണ്ണിൽ തന്നെ പൊടി വീണു. ഹവാ ഹോ ഗയി ഹവാ ഹവായി, കാറ്റെന്ത് ചെയ്തു? പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായി പോയി. ഇപ്പോഴേക്കോ ഹവ കാറ്റ്, എയർ, ധൂല് പൊടി, ഡസ്റ്റ്, ഛേടിന കളിയാക്കുക, പാകിന ഓടുക, സോന ഉറങ്ങുക, അചാനക്ക് പെട്ടെന്ന്, ജാഗിന ഉണരുക, ഉടിന പറക്കുക, പീച്ചെ പുറകില്, നീച്ചെ താഴെ, ഖോജിന തിരയുക, ആങ്കെ മീച്ചിന കണ്ണടച്ച് നോക്കുക, ദായേ വലത്, ബായേ ഇടത്, സാൻസ് കീഞ്ചിന ശ്വാസം അടിക്കുക, അടക്കി പിടിക്കുക, ലഗ തോന്നി, കുച്ച് കുറച്ച്, ഗഡബഡ് കുഴപ്പമെന്തോ തോന്നി, ധൂൽ ചോങ്കിന കണ്ണിൽ പൊടിയിടുക, ഹവാ ഹവായി പെട്ടെന്ന് അപ്രത്യക്ഷമാവുക. അപ്പോൾ ടെസ്റ്റ് തന്നെ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഹവാ ധൂലുക്കോ ഛേടിക്കെ ഭാഗി, സോത്തി ധൂൽ അചാനക്ക് ജാഗി, ഉടി ഹവാ കെ പീച്ചെ പീച്ചെ, ഹവാ ഹോ ഗയി ധൂൽ കെ നീച്ചെ. അതേപോലെ ധൂലും ഘട്ടയും ചേർത്ത് നമ്മൾ എന്ത് ചെയ്യുക? കവിത ഉണ്ടാക്കുക. എക്സാമിന് ഇതുപോലെയൊക്കെ ചോദിക്കും കേട്ടോ. ഹവാ ഘട്ടാ കോ ഛേടിക്കെ ഭാഗി, സോത്തി ഘട്ടാ അചാനക്ക് ജാഗി, ഉടി ഹവാ കെ പീച്ചെ പീച്ചെ, ഹവാ ഹോ ഗയി ഘട്ടാ കെ നീച്ചെ. അടുത്ത് ഗിൻതിയൊക്കെ പഠിക്കണം. 11 1 2 3 10 വരെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. 1 2 3 4 5 6 7 8 9 10. ഇത് വരുന്ന 11 12 13 14 15
സോലഹ്, സത്രഹ്, 18, 19, 20. ഇത് നായാണ്. നായും ഒരു നായുടെ ഫുള്ള് നായുടെ ഹാഫുമാണ്. അടുത്ത് വരുന്നത് ഹവാദൂലുക്കോ. ടെസ്റ്റിൽ വരുന്ന വർക്കാണ്. 92-ലും 93-ലും വരുന്നതാണ് കേട്ടോ. രണ്ടാമത്തെ പാർട്ട് ബുക്കാണ് ഹിന്ദിയുടെ. ഹവാദൂലുക്കോ ഛേഡ് കെ ഭാഗി, സോത്തി ദൂൽ അചാനക് ജാഗി, ഉടി ഹവാ കെ പീछे പീछे, ഹവാ ഹോ ഗയി ദൂൽ കെ നീച്ചെ. അപ്പോൾ അതൊക്കെ എഴുതാൻ പറ്റും. അടുത്ത് നിമ്നലിഖിത ആശയവാലി പങ്ക്തിയോ സെ കവിതാസെ ചുൻകർ ലിഖിയെ. കവിതയുടെ ആശയം നോക്കി എഴുതാനാണ്. ഹവാദൂലുക്കോ ഛേഡ് കെ ഭാഗി, सोती दूर अचानक जागी, उड़ी हवा के पीछे पीछे, हवा हो गई धूल के नीचे. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ. കോൺ ധൂൽ കോ ഛേഡ് കെ ഭാഗി. ആരാ പൊടിയെ കളിയാക്കി ഓടിയത്? ഹവ. കോൺ അചാനക് ജാഗി. ആരാ പെട്ടെന്ന് ഉണർന്നത്? ധൂല്. കോൺ ഹവാ കെ പീछे ഉടി. ആരാ പുറകിലോട്ട് പോയത്? ധൂല്. കോൺ ആംഖേം ഖീച്ച് കർ ഖോജ്തി. ആരാണ്? ധൂല്. കോൺ സാൻസെ ഖീഞ്ച് കർ ചൽ രഹി ഹെ. ആരാണ്? ഹവ. കുച്ച് ഗഡുബഡ് സമझकर ധൂലിനെ ക്യാ കിയ. എന്തോ കുഴപ്പമുണ്ടെന്ന് കണ്ടപ്പോൾ എന്തോന്നി? ധൂല് തപ്പസെ നീച്ചയായി. അടുത്ത ഏഴാമത്തത് ഹവ കൈസെ ഹവ ഹവായി ഹോഗി. ധൂൽ കി ആങ്കോ മേ ധൂൽ ചോങ്ക് കർ ഹവ ഹവായി ഹോഗി. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത പാർട്ടിൽ അയക്കുന്നതാണ്. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് കേട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് തന്നെ ഏകത്വത്തിനൊക്കെ ചോദിക്കും, കവിതയുടെ ആശയം ചോദിക്കും, പിന്നെ മീനിങ്സ് കവിത എഴുതാനും തുക്ക് പോലെ ശബ്ദമൊക്കെ ചോദിക്കും, ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.